അധികമാർക്കും അറിയാത്ത കോതക്കുഴി, അരുവിക്കുഴി, പാപ്പൻകുഴി, കല്ലേറ്റുപാറ എന്നീ വെള്ളച്ചാട്ടങ്ങൾ കാഴ്ചയുടെ വിരുന്നൊരുക്കുകയാണ്. മലയുടെ നെറുകയിൽ നിന്നും പാറക്കെട്ടിലൂടെ താഴ്വാരത്തേക്ക് എത്തുന്നതിനിടയിൽ 4 വെള്ളച്ചാട്ടങ്ങളാണുള്ളത്. ഉപ്പുതറ വളകോട്ടിൽ നിന്നും 3 കിലോമീറ്റർ യാത്ര ചെയ്താൽ നയനമനോഹര കാഴ്ചയുടെ അരുവിലെത്താം. കാലവർഷം ആരംഭിച്ചപ്പോൾ തന്നെ ഹൈറേഞ്ച് പാൽനുര ചിതറുന്ന കാഴ്ചകളിലൂടെ ജനഹൃദയം കീഴടക്കുകയാണ്. ഒരേ പുഴയിൽ 4 വെള്ളച്ചാട്ടം ഒരുക്കുന്ന കാഴ്ച അപൂർവമാണ്. ഒരേ പുഴ 4 ഇടങ്ങളിലായി പതിക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ അതിമനോഹരവുമാണ്. ഈ വെള്ളച്ചാട്ടങ്ങൾ ആരുടെയും മനം കുളിർപ്പിക്കും. തുള്ളിച്ചാടി അരുവി ഒഴുകിയെത്തി 4 വെള്ളച്ചാട്ടമായി മാറി ജനഹൃദയം ഇപ്പോൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായി ഉള്ള വെള്ളച്ചാട്ടം അരുവിക്കുഴിയും, രണ്ടാമത്തേത് പാപ്പൻകുഴിയും, മൂന്നാമത്തേത് കോതക്കുഴിയുമാണ്. 3 വെള്ളച്ചാട്ടവും അതിമനോഹരവുമാണ്. 4ാമത്തേത് കല്ലേറ്റുപാറയുമാണ്. കല്ലേറ്റുപാറ വെള്ളച്ചാട്ടം കഴിഞ്ഞാൽ പിന്നെ ഇടുക്കി ഡാമിലേക്കാണ് വെള്ളം ഒഴുകിയെത്തുന്നത്. വീതിയിൽ പതഞ്ഞൊഴുകുന്ന അരുവിക്കുഴിയും, പിന്നീട് വരുന്ന വീതി കുറഞ്ഞ പാപ്പൻകുഴിയും, ഇടുങ്ങിയ കോതക്കുഴിയും, വലിപ്പമേറിയ കല്ലേറ്റുപാറയും നയന മനോഹര കാഴ്ചയാണ് ഒരുക്കുന്നത്. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. കോതക്കുഴിയും തൊട്ടടുത്തുള്ള പാറയുമാണ് പ്രദേശത്തിന് കോതപാറ എന്ന പേര് തന്നെ നൽകുന്നത്. ഇപ്പം മഴയൊക്കെ ആരംഭിച്ചതോടുകൂടി നിരവധി വെള്ളച്ചാട്ടങ്ങൾ നമ്മുടെ ഇടുക്കി ജില്ലയിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിപ്പം കണ്ണമ്പടിക്ക് പോകുന്ന വഴിക്ക് വന്മാവ് എന്ന് പറഞ്ഞ ഒരു വെള്ളച്ചാട്ടമാണ്. നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഈ വെള്ളച്ചാട്ടം. അങ്ങനെ അധികം ആരും കാണിച്ചായിട്ട് കാണുന്നില്ല. പക്ഷേ ഇതിപ്പം നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ കഴിയും. അടിപൊളി വെള്ളച്ചാട്ടമാണ്. അതിൻ്റെ കിലോമീറ്ററോളം ഒരേ രീതിയിലുള്ള വെള്ളച്ചാട്ടമാണ്. പ്രദേശത്തെ വെള്ളച്ചാട്ടങ്ങളിൽ കല്ലേറ്റുപാറ ഒഴിച്ചാൽ മറ്റു 3 അധികമാർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. കോതക്കുഴി അപകടകരമാണ്. എങ്കിലും പാപ്പൻകുഴിയും അരുവിക്കുഴിയും അത്ര അപകടകരമല്ല. കല്ലേറ്റുപാറയാണ് ഒട്ടും അപകടമില്ലാത്തത്. പാറയിലൂടെ സൂക്ഷ്യം കടന്നുപോയാൽ അപകടാവസ്ഥയുമില്ല. കല്ലേറ്റുപാറയേക്കാൾ അതിമനോഹരമായ പ്രദേശമായതിനാൽ കോതക്കുഴി കമിതാക്കളുടെ പ്രധാന കേന്ദ്രം കൂടിയാണ്. വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന വഴിയിൽ 24 മണിക്കൂറും വൈദ്യുതി പ്രവഹിക്കുന്ന സോളാർ വേലിയുമുണ്ട്. സൂക്ഷിച്ചു കടന്നുപോയാൽ നമ്മൾ കാണുന്ന കാഴ്ചയ്ക്ക് അതിരുകൾ ഉണ്ടാവില്ല. ഇത് വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർത്തുകയും അടിസ്ഥാന സൗകര്യം ഒരുക്കിയാൽ കേരളത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി ഇതിനെ മാറ്റാൻ കഴിയും. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.